Hello everyone, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻസേഴ്സ് ടു യുവർ ഡൗട്ട്സ് റിഗാർഡിങ് +1 പാർട്ട് 3 ആണ്. ഞാൻ ഓൾറെഡി 2 പാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആൻസർ ചെയ്ത ഡൗട്ട്സ് എങ്ങനെയാണ് SSLCയുടെ ആൻസർ പേപ്പർ കോപ്പി എടുക്കുക, ദെൻ SSLC +1 തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ അബൌട്ട് ബയോസയൻസ്. ദെൻ സെക്കൻഡ് പാർട്ടിലെന്ന് പറയുമ്പോൾ പറഞ്ഞത് ആവറേജ് സ്റ്റുഡൻസിന് ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത്, ദെൻ എല്ലാ ടീച്ചേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് മാർക്ക് ഇട്ട് തരുമോ, ദെൻ പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിനെ പറ്റിയും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയാലുള്ള മാർക്കിനെ പറ്റി, അതാണ് പാർട്ട് 2 പറഞ്ഞത്. അപ്പോൾ ഇന്ന് പാർട്ട് 3 നിങ്ങൾ ചോദിച്ച കുറേ ഡൗട്ട്സിൻ്റെ ആൻസേഴ്സാണ് തരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുമ്പോൾ +1 ട്യൂഷൻ സയൻസ് സബ്ജക്ട്സിന് ഏതാണ് ബെറ്റർ, എക്സൈലം ഓർ എക്സാമിനർ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി ട്യൂഷന് പോകുന്നുണ്ടോ, യൂട്യൂബ് ക്ലാസ് ഏതാണ് കാണാറ്, വിച്ച് ഈസ് ബെറ്റർ സൈലം ഓർ എക്സാമിനർ? ഇത് രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് പറഞ്ഞത്. സോ ഫസ്റ്റ് വൺ, ഞാൻ ട്യൂഷന് പോകാറില്ല, ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ +2 പോകേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. +2 പാടാണെങ്കിൽ ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും, അറിയില്ല. ഞാൻ +1 ഞാൻ ട്യൂഷന് പോയിട്ടില്ല. ഞാൻ പഠിച്ചത് തന്നെ യൂട്യൂബ് ക്ലാസ്സസ് നോക്കിയിട്ടാണ്. യൂട്യൂബിലെ സൈലം ആൻഡ് എക്സാമിനർ മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ഈ 2 ക്ലാസ്സുകൾ തന്നെയാണ്. ആൻഡ് പിന്നെ മാത്സിന് വേണ്ടി ചിലപ്പോൾ എനിക്ക് സൈലവും എക്സാമിനറിലും പറഞ്ഞിട്ടും മനസ്സിലാവാത്ത മാത്സ് ചാപ്റ്റേഴ്സ് ഞാൻ മാത്സ് ക്രുസൈഡർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ സാറ് പറയുന്നതൊക്കെ നല്ലപോലെ മനസ്സിലാവും. ഷോർട്ട് വീഡിയോസാണ്, ലൈക്ക് ഒരു 20 or 25 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് വിച്ച് ഈസ് ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടിലും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ഇപ്പം പറയുകയാണെങ്കിൽ സൈലത്തിൽ എനിക്ക് എൻ്റെ കാര്യമാണ് പറയുക, സൈലത്തിൽ എനിക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്നത് മനസ്സിലാവും, മാത്സ് മനസ്സിലാവും, കെമിസ്ട്രി മനസ്സിലാവും, മാധവ് സാറിൻ്റെ ക്ലാസ്സൊക്കെ സൂപ്പറായിട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ സുവോളജി ഒക്കെയാണ്, പക്ഷേ ബോട്ടണി ഒരു വക എനിക്ക് മനസ്സിലാവില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. സോ ബോട്ടണി എനിക്ക് സൈലത്തിൻ്റെ ക്ലാസ് മനസ്സിലാവാറില്ല. സോ ബയോളജിക്ക് ഞാൻ ക്ലാസ് കാണാറ് എക്സാമിനറിൻ്റെ ആണ്. ആൻഡ് ഫിസിക്സും ഞാൻ സൈലവും കാണും, എക്സാമിനറും കാണും. ആൻഡ് എക്സാം ടൈമിൽ ഞാൻ ഫിസിക്സിൻ്റെ ആണ് കണ്ടത്. എക്സാം ടൈമിൽ ഞാൻ എക്സാമിനറിൻ്റെ ഫിസിക്സാണ് കണ്ടത്. അതായത് 10 hour ലൈവ്, പിന്നെ ലാസ്റ്റ് മിനിറ്റ് എക്സാമിന് തലേ ദിവസമുള്ള ലൈവൊക്കെ ഞാൻ ഫിസിക്സാണ് കണ്ടത്. അതിന് മുമ്പ് വരെ ഞാൻ ചാപ്റ്റേഴ്സൊക്കെ കണ്ടു പഠിച്ചുകൊണ്ടിരുന്നത് സൈലത്തിൻ്റെ ആണ്. ബട്ട് എക്സാം ടൈമിൽ ഞാൻ കണ്ടിരുന്നത് ഈ എക്സാമിനറിൻ്റെ ആണ്, 10 hour ലൈവ്, 2 10 hour ലൈവ്. അപ്പം എനിക്ക് എക്സാമിനറിലെ മാത്സ് എനിക്കൊന്നും മനസ്സിലാവാറില്ല. എക്സാമിനറിലെ ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മാത്സ് ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. സോ ഞാൻ 2 ചാനലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം രണ്ടിൽ നിന്നും എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. 2 ചാനലിലും എനിക്ക് അതിൻ്റേതായിട്ടുള്ളത് ഉണ്ട്. കാരണം ഇപ്പം സൈലത്തിലെ ബയോളജി മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എക്സാമിനറിൻ്റെ ബയോളജിയാണ് കാണുക. ആൻഡ് എക്സാമിനറിൻ്റെ മാത്സ് മനസ്സിലാവാത്തതുകൊണ്ട് സൈലത്തിൻ്റെ മാത്സ് ആണ് കാണുക. അങ്ങനെ അതിൻ്റേതായിട്ട് ഇതുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, 2 ചാനലിൻ്റെയും ക്ലാസ്സസ് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് മനസ്സിലാവുന്നത് ഏതാണോ അത് നോക്കുക. ഓക്കെ, ദെൻ ബയോളജി സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ സെയിം ആണോ? ആൻഡ് വേറെ ഒരാളും ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്, ബയോളജി സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെയിം മാത്സ് ആണോ? ആണ്. ബയോളജി സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് സെയിം ആണ്. ആൻഡ് ആകെ വ്യത്യാസമുള്ളത് ബയോളജി സയൻസുകാർക്ക് ബയോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റും ആണ്. അല്ലാതെ ഒരു ഡിഫറൻസും ഇല്ല. ബാക്കി എല്ലാ ടെക്സ്റ്റും രണ്ട് കോഴ്സിനും സെയിം ആണ്. ഓക്കെ, ദെൻ ചേച്ചി ഫോളോ ചെയ്യുന്ന ഓൺലൈൻ സെക്ഷൻസ് സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ?
നിങ്ങളുടെ സ്കൂളിൽ അത്രയ്ക്ക് നല്ലതായിട്ടാണ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന +1 എടുക്കുന്ന സ്കൂളിൽ അത്രയ്ക്ക് നല്ലതായിട്ടാണ്, നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം പഠിപ്പിച്ച് തരുന്നതെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ആവശ്യമില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നത് നല്ലപോലെ ഇതായി നമ്മൾ കേട്ടിരുന്നിട്ട് വീട്ടിൽ വന്ന് നല്ലപോലെ പഠിച്ചാൽ മതിയായിരിക്കും. എന്നാൽ ചില സ്കൂളിലൊക്കെ ചില സബ്ജക്ട്സ് ഒക്കെ നല്ലപോലെ പഠിപ്പിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളതൊക്കെ വന്ന് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ എൻ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് ആണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, സ്കൂളിലെ ക്ലാസ്സസും യൂട്യൂബ് ക്ലാസ്സസും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്ത സബ്ജക്ട്സ് യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നത് നല്ലതാണ്. ആൻഡ് ഒട്ടും സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്നും കൊള്ളില്ലെങ്കിൽ പിന്നെ ട്യൂഷൻ പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ SSLC കഴിഞ്ഞുള്ള വെക്കേഷൻ എന്താ ചെയ്തത്? ഞാൻ വെക്കേഷൻ ആദ്യത്തെ കുറേ ദിവസമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുക, അതൊക്കെയായിരുന്നു. ദെൻ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ടിരുന്നാൽ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നോക്കിയിരുന്നു, ഓരോ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് നോക്കിയിരുന്നു. ആൻഡ് ഓരോ ചാപ്റ്ററിൻ്റെയും മാത്സ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തു. ദെൻ പിന്നെ ടെക്സ്റ്റ് വായിച്ചു, ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റ് വായിച്ചിരുന്നു. അതാണ് ഞാൻ ചെയ്തതല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയ പ്ലാനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ ഹലോ ന്യൂ സബ്സ്ക്രൈബർ, ഞാനിപ്പോൾ 10th കഴിഞ്ഞു, ഇനി എന്തെടുക്കണമെന്നറിയില്ല. സയൻസ് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്കാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി. പ്ലീസ് റിപ്ലൈ തരണം. അത് നമ്മളിപ്പം സയൻസ് എന്നല്ല, ഏത് കോഴ്സ് എടുത്താലും മലയാളം മീഡിയം പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പം നല്ല പാടുണ്ടായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്നവരെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. കാരണം ടെക്സ്റ്റിലെല്ലാം ഫുൾ ഇംഗ്ലീഷാണ്, ഒരു മലയാളം വേർഡ് പോലും ഇല്ല. ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ടീച്ചേഴ്സ് അതിൻ്റെ മലയാളം പറഞ്ഞു തരണം എന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് നേരത്തെ തന്നെ യൂട്യൂബ് ക്ലാസ്സസും അങ്ങനെയൊക്കെ കണ്ട് ലേബറിൻ്റെയൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിൽ മലയാളം കാണും, ക്വസ്റ്റ്യൻസിൻ്റെ മലയാളവും ഇംഗ്ലീഷും കാണും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതാവില്ല. പക്ഷെ എഴുതുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. ആൻഡ് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഒന്ന് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കണം. കാരണം സ്കൂളിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. ചിലപ്പം ടീച്ചേഴ്സ് മലയാളവും കൂടെ പറഞ്ഞു തരും, മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ കൂടെ കൺസിഡർ ചെയ്യും. ചില ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യില്ല. സോ ഇപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ട് നോക്കുക. ആൻഡ് കുറച്ചും കൂടെ എഫേർട്ട് കൂടുതൽ ഇടേണ്ടി വരും. ടെക്സ്റ്റൊക്കെ നല്ലപോലെ വായിക്കുക. ആൻഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റൊക്കെ നല്ലപോലെ വായിക്കുക. അപ്പം ആദ്യം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് ഇതായി പോകാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.